നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മെയ് 25 അതായത് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ സർക്കാർ തലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തവണ ഏകദേശം 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുകയാണ് വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 63 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ഈ പെൻഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, 25 തന്നെ എല്ലാവർക്കും അക്കൗണ്ടിൽ പണം എത്തുമോ എന്നത്. അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഒരേ ദിവസം തന്നെ തുക എത്തണമെന്നില്ല. കാരണം പഞ്ചായത്ത് തലത്തിൽ നിന്നും സേവന പോർട്ടൽ വഴിയും ബാങ്ക് സംവിധാനങ്ങളുടെയും വിവരങ്ങൾ ക്രമീകരിച്ച ശേഷമാണ് വിതരണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഒരു ദിവസം വൈകിയേക്കാം, മറ്റു ചിലർക്ക് 2 ദിവസം വരെ താമസമുണ്ടായേക്കാം. ഇത് സാധാരണയായി മുമ്പും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആരും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. DBT സംവിധാനത്തിലൂടെയാണ് പ്രധാനമായും തുക വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം സഹകരണ ബാങ്കുകളിലേക്കും തുക ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വിതരണം നടക്കുമ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങളോ ചെറിയ വൈകല്യങ്ങളോ ഉണ്ടായേക്കാം. എന്നാൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത് പരമാവധി വേഗത്തിൽ എല്ലാവർക്കും തുക എത്തിക്കുന്നതിനാണ് ശ്രമമെന്നതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ താമസമുണ്ടായാലും ക്ഷമയോടെ കാത്തിരിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനായി കാത്തിരിക്കുന്ന നിരവധി ആളുകൾ ഇപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും കുടുംബങ്ങളും ഈ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഇതുമായി ബന്ധപ്പെട്ടും സർക്കാർ തലത്തിൽ നടപടികൾ പുരോഗമിക്കുകയാണ് എന്ന സൂചനകളുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളും വീട്ടമ്മമാരും കാത്തിരിക്കുന്ന ചില സഹായ പദ്ധതികളും വീണ്ടും സജീവമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ. അതായത് സ്ത്രീ സുരക്ഷാ പെൻഷൻ തന്നെ, 1000 രൂപ സഹായം, ക്ഷേമ പദ്ധതികൾ, വിവിധ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് സർക്കാർ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അറിയിപ്പുകൾ നൽകുമെന്നാണ് സൂചന. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. പദ്ധതികൾ നിർത്തുന്നു, ആനുകൂല്യങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നിങ്ങനെ പല വാർത്തകളും കാണുന്നുണ്ട്. എന്നാൽ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തെന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ക്ഷേമ പദ്ധതികൾ നിർത്തുന്നില്ല എന്നതാണ്. അതുകൊണ്ട് വ്യാജ വാർത്തകളിൽ ആരും വിശ്വസിക്കരുത്. സർക്കാർ ഔദ്യോഗികമായി അറിയിക്കുന്ന വിവരങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഇനി പെൻഷൻ ലഭിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കണം. രണ്ടാമതായി, അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ചിലപ്പോൾ KYC പൂർത്തിയാകാത്തതിനാൽ പണം തടസ്സപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ബാങ്കിൽ പോയി അക്കൗണ്ടിന്റെ നില പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സഹകരണ ബാങ്ക് വഴിയാണ് പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെടുന്നത് സഹായകരമായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലർക്കും SMS ലഭിക്കാത്തതിനാൽ പണം വന്നില്ല എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുകയോ മൊബൈൽ ബാങ്കിംഗ് പരിശോധിക്കുകയോ ചെയ്യുക. ഇപ്പോൾ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് കുടിശ്ശിക പെൻഷനെ കുറിച്ച്. കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സർക്കാർ പിന്നീട് പ്രത്യേക തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് പ്രതീക്ഷയിലാണ് ആളുകൾ. ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാം. ഇനി വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ചെറിയ അഭ്യർത്ഥന. നിങ്ങളുടെ നാട്ടിൽ പെൻഷൻ എത്തിയാൽ കമന്റ് ചെയ്ത് മറ്റുള്ളവരെ അറിയിക്കുക. അതിലൂടെ മറ്റുള്ളവർക്കും വിവരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ സഹായകരമാകും. ഇത്തരത്തിലുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ, പെൻഷൻ അപ്ഡേറ്റുകൾ, സ്കോളർഷിപ്പ് വിവരങ്ങൾ, പുതിയ പദ്ധതികൾ എന്നിവ അറിയാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.